പീപ്പിൾ എക്സ്ക്ലൂസീവ് ഇടപാടുകാരെ വലച്ച് പൊതുമേഖലാ സ്ഥാപനമായ നാഷണൽ ഇൻഷുറൻസ് കമ്പനി ഒരാഴ്ചയിലധികമായി ഇൻഷുറൻസ് പുതുക്കുന്നത് ഉൾപ്പെടെയുള്ള ഇടപാടുകൾ നടക്കുന്നില്ല. ഇൻഷുറൻസ് പുതുക്കാനെത്തുന്നവരെ സോഫ്റ്റ്വെയർ തകരാറെന്ന് പറഞ്ഞ് മടക്കി അയക്കുന്നു. ഓഫീസിലെത്തുന്നവരോട് മറ്റ് കമ്പനികളെ ആശ്രയിക്കാൻ നിർദ്ദേശം. ഇടപാടുകൾ നടത്താത്തത് സ്വകാര്യ ഇൻഷുറൻസ് കമ്പനികളെ സഹായിക്കാനെന്ന് സംശയം. ഒരാഴ്ച കൊണ്ട് പൊതുമേഖലാ സ്ഥാപനത്തിന് നഷ്ടപ്പെട്ടത് ആയിരക്കണക്കിന് ഇടപാടുകാരെ. നാഷണൽ ഇൻഷുറൻസിന് ഒരാഴ്ച കൊണ്ട് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടവും ഉണ്ടായി. സ്വകാര്യ ഇൻഷുറൻസ് കമ്പനികൾ നൽകുന്ന മോഹന വാഗ്ദാനങ്ങൾ അവഗണിച്ച് പൊതുമേഖലാ സ്ഥാപനത്തെ തേടിയെത്തുന്നവരാണ് നാഷണൽ ഇൻഷുറൻസ് കമ്പനിയുടെ ഇടപാടുകാർ. എന്നാൽ കഴിഞ്ഞ ഒരാഴ്ചയായി പുതിയ പോളിസികൾ എടുക്കാനും വാഹന ഇൻഷുറൻസ് ഉൾപ്പെടെ പുതുക്കാനും എത്തുന്നവരെ മറ്റ് കമ്പനികളിൽ പോകണം എന്ന് പറഞ്ഞ് തിരിച്ചയക്കുകയാണ് ഉദ്യോഗസ്ഥർ. സോഫ്റ്റ്വെയർ തകരാർ സംഭവിച്ചതിനാൽ ഇടപാടുകൾ നടക്കുന്നില്ല എന്നാണ് വിശദീകരണം. നാഷണൽ ഇൻഷുറൻസിന്റെ കോഴിക്കോട് ഓഫീസിൽ വിളിച്ചപ്പോൾ ഉദ്യോഗസ്ഥന്റെ പ്രതികരണം ഇങ്ങനെ: നമസ്കാരം, നാഷണൽ ഇൻഷുറൻസ് അല്ലേ? സാറേ, ഇൻഷുറൻസ് പുതുക്കുന്നതിൽ എന്തെങ്കിലും വൈകുന്നുണ്ടോ? നിങ്ങൾക്ക് തകരാറുണ്ടോ സോഫ്റ്റ്വെയർ? ഞങ്ങളെ സിസ്റ്റം കംപ്ലൈന്റ് ആണ്. ആണോ? അപ്പൊ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ചെയ്യാൻ പറ്റില്ല? പറ്റാൻ വിഷമാണ്. അപ്പൊ ഈ ഡേറ്റ് ഒക്കെ തീരാനാവുമ്പോ എന്ത് ചെയ്യും സാറേ? കഴിയുമ്പം വേറെ എവിടെയെങ്കിലും പുതുക്കാൻ പറ്റുമെങ്കിൽ പുതുക്കാം. മറ്റു കമ്പനികളിലോ? ആണോ? എത്ര ദിവസം കൊണ്ട് ശരിയാവുന്നൊന്നും അറിയില്ല. ഒന്നും അറിയില്ല, സെർവർ പോയതാ. ഒരാഴ്ചയായി തോന്നുന്നല്ലേ? എക്സോലുള്ള അപ്പൊ നാഷണൽ ഇൻഷുറൻസിന്റെ ഒരു സ്ഥലത്ത് പോലും ഒരു സ്ഥലത്തും പറ്റണില്ല. കേരളത്തിൽ ഒരു സ്ഥലത്തും പറ്റില്ല അല്ലേ? കേരള അല്ല, ഇന്ത്യ പറ്റണില്ല. മൊത്തത്തിൽ ഇതായിട്ടുള്ളൂ അല്ലേ? അപ്പൊ മറ്റു കമ്പനി പോണല്ലേ സാറേ? ഓക്കെ ഓക്കെ. ബ്രാഞ്ചുകളിൽ എത്തുന്ന ഇടപാടുകാർ ഉദ്യോഗസ്ഥരുടെ നിലപാടിൽ കടുത്ത അമർഷവും രേഖപ്പെടുത്തുന്നു. ഞാൻ 19 ഇവിടെ വന്നത്. അപ്പോൾ അവർ പറഞ്ഞ് സിസ്റ്റം ഡൗൺ ആണ്, 2 ദിവസം കഴിഞ്ഞിട്ട് പോരുന്നതാണ്. 2 ദിവസം കഴിഞ്ഞിട്ട് അത് വരാൻ പറ്റില്ല. പിന്നെ ശനി ഞായർ അവധി, പിന്നെ ഇന്നാണ് വരാൻ പറ്റിയത്. അന്ന് ഞാൻ വളരെ റിക്വസ്റ്റ് ചെയ്ത് പറഞ്ഞ പൈസ ഫുള്ള് ഡോക്യുമെൻ്റ് ഒക്കെ ഇവിടെ വെച്ചോളി, നിങ്ങൾ അടിച്ചിട്ട് എന്നെ കോൾ ചെയ്താൽ മതി, ഞാൻ അതൊന്നും പറ്റില്ല, അതൊന്നും ഇതാക്കില്ല. നാഷണൽ ഇൻഷുറൻസിന്റെ രാജ്യത്തെ 2000-ഓളം വരുന്ന എല്ലാ ബ്രാഞ്ചുകളിലും ഇടപാടുകൾ നിലച്ചിരിക്കുകയാണ് എന്നാണ് അന്വേഷണത്തിൽ വ്യക്തമായത്. ഇടപാടുകാർ സ്വകാര്യ ഇൻഷുറൻസ് കമ്പനികളെ തേടിപ്പോകുമ്പോൾ പൊതുമേഖലാ സ്ഥാപനത്തിന് കോടികളുടെ നഷ്ടം. സാങ്കേതിക വിദ്യ ഇത്രയും പുരോഗമിച്ച കാലത്ത് സോഫ്റ്റ്വെയർ തകരാർ ഒരാഴ്ചയോളം നീണ്ടു നിൽക്കുമോ എന്നതാണ് ഉയരുന്ന സംശയം. സ്വകാര്യ കമ്പനികളെ സഹായിക്കാനാണ് ഇതെന്നും ആക്ഷേപമുയരുന്നു. ഇൻഷുറൻസ് രംഗത്ത് സ്വകാര്യ കമ്പനികൾ ശക്തമായ മത്സരം കാഴ്ചവെക്കുമ്പോഴാണ് പൊതുമേഖലാ സ്ഥാപനത്തിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള വീഴ്ചകൾ ഉണ്ടാകുന്നത്. സോഫ്റ്റ്വെയർ തകരാറ് ഈ സമയത്ത് ഒരാഴ്ചയിലധികമായി പരിഹരിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള വാദം വിശ്വാസയോഗ്യമല്ല. കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ ജയൻ കല്യാശ്ശേരിക്കൊപ്പം എം സന്തോഷ്. ഈ വാർത്ത പുറത്തു കൊണ്ടുവന്ന എം സന്തോഷ് തന്നെ ഇപ്പോൾ നമ്മളോടൊപ്പം തത്സമയം ചേരുന്നുണ്ട്. സന്തോഷ്, ആദ്യം തന്നെ ഉദ്യോഗസ്ഥൻ സന്തോഷിനോട് സൂചിപ്പിക്കുന്നത് രാജ്യത്താകമാനം സോഫ്റ്റ്വെയർ സംവിധാനം നിലച്ചിരിക്കുകയാണ്, കേരളത്തിൽ മാത്രമല്ല. ഈ വാർത്ത സ്ഥിരീകരിച്ചിട്ടുണ്ടോ? തീർച്ചയായും ആനന്ദ്, ഈ നാഷണൽ ഇൻഷുറൻസിന്റെ ബ്രാഞ്ചുകളിൽ നേരിട്ട് പോയി നടത്തിയ അന്വേഷണത്തിൽ തന്നെ ഈ കാര്യം നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ഒരാഴ്ചയിൽ അധികമായി രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പൊതുമേഖലാ ഇൻഷുറൻസ് കമ്പനിയായ നാഷണൽ ഇൻഷുറൻസിന്റെ ഇടപാടുകൾ നിലച്ചിരിക്കുകയാണ്. സോഫ്റ്റ്വെയർ അപ്ഗ്രഡേഷനുമായി ബന്ധപ്പെട്ട തകരാറുകളാണ് കാരണം എന്നാണ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിശദീകരണം. അതുകൊണ്ട് തന്നെ ഈ നാഷണൽ ഇൻഷുറൻസ് പുതിയ പോളിസികൾ എടുക്കാനും പുതുക്കാനുമായി ബ്രാഞ്ചുകളിൽ എത്തുന്നവരെ മടക്കി അയക്കുന്ന ഒരു സമീപനമാണ് ഉള്ളത്. മറ്റ് ഇൻഷുറൻസ് കമ്പനികളെ ആശ്രയിക്കാനാണ് ഓഫീസുകളിൽ നിന്ന് നൽകുന്ന നിർദ്ദേശം. നമുക്കറിയാം, ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഇത്രയും സാങ്കേതിക വിദ്യ പുരോഗമിച്ച ഈ സമയത്ത് ഒരു സോഫ്റ്റ്വെയർ തകരാറ് ഒരാഴ്ചയിലധികം നീണ്ടു നിൽക്കുക എന്നുള്ളത് ഒരു തരത്തിലും വിശ്വാസയോഗ്യമായിട്ടുള്ള ഒരു ന്യായീകരണമല്ല. പ്രത്യേകിച്ചും ഇൻഷുറൻസ് കമ്പനി പോലെ വളരെ തന്ത്രപ്രധാനമായിട്ടുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു സ്ഥാപനത്തിൻ്റെതാകുമ്പോൾ കൂടുതൽ ഇത്തരത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാവുകയും ചെയ്യും. കാരണം വാഹന ഇൻഷുറൻസുകളെല്ലാം തന്നെ പുതുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇൻഷുറൻസ് പുതുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇൻഷുറൻസ് പോളിസി തന്നെ ഇല്ലാതാവുകയും ചെയ്യും. അത് ഈ വാഹന ഉടമകൾക്ക് തന്നെ വലിയ ബുദ്ധിമുട്ടുണ്ടാകും. ഈ ഇൻഷുറൻസ് പോളിസി തീരാറായ കാലാവധി അവസാനിക്കാറായവരെല്ലാം തന്നെയും ഈ ഓഫീസിലെത്തുമ്പോൾ മറ്റ് ഇൻഷുറൻസ് കമ്പനികളെ ആശ്രയിക്കണം എന്ന് പറഞ്ഞ് മടക്കി അയക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും സ്വകാര്യ ഇൻഷുറൻസ് കമ്പനികൾ, രാജ്യത്ത് വളരെ ശക്തമായ മത്സരം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന സ്വകാര്യ ഇൻഷുറൻസ് കമ്പനികൾ ഈ ഉപഭോക്താക്കളെ, ഈ വാഹന ഉടമകളെ എല്ലാം തന്നെയും ആകർഷിക്കുകയാണ്. കാരണം അവർ മറ്റ് പല ഓഫർ ഉൾപ്പെടെയുള്ള ആകർഷകമായിട്ടുള്ള ആനുകൂല്യങ്ങൾ നൽകിയാണ് കസ്റ്റമേഴ്സിനെ തേടിയെത്തുന്നത്.
സ്വാഭാവികമായും പൊതുമേഖലാ സ്ഥാപനത്തിൽ ഇത്തരത്തിലുള്ള ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ ഇൻഷുറൻസ് പോളിസി നഷ്ടപ്പെടാതിരിക്കാൻ മറ്റ് സ്വകാര്യ സ്ഥാപനങ്ങളെ ആശ്രയിക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് ഈ ഇൻഷുറൻസ് ഉപയോഗിക്കുന്നവർ എല്ലാം ഉള്ളത്. അതുകൊണ്ട് തന്നെ വളരെ വലിയ ഒരു നഷ്ടം തന്നെ കമ്പനിക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഏതാണ്ട് മണിക്കൂറുകളോളം കണ്ണൂർ ബ്രാഞ്ചിന് പുറത്ത് നമ്മൾ കാത്തുനിന്നു. നിരവധി കസ്റ്റമേഴ്സ് മടങ്ങിപ്പോകുന്നത് കാണാൻ സാധിച്ചു. അവരെല്ലാം പ്രതികരണം നമ്മളോട് പറയുകയും ചെയ്തിട്ടുണ്ട്. ഒരാഴ്ചയായി സോഫ്റ്റ്വെയർ തകരാറെന്ന് പറഞ്ഞ് മടക്കി അയക്കുകയാണ് എന്നുള്ളത്. ചില ഇടപാടുകാർ നാഷണൽ ഇൻഷുറൻസ് കമ്പനിയിൽ ഇതുമായി ബന്ധപ്പെട്ട ബഹളമുണ്ടാക്കി. അതുകൊണ്ട് തന്നെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഒരു ടെമ്പററി ആയിട്ടുള്ള ഒരു ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ് എൻ്റെ ഈ കയ്യിൽ കാണുന്നത് പോലെ 1 മാസത്തേക്കുള്ള ഒരു പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് നൽകി വിടുകയാണ് ഇൻഷുറൻസ് കമ്പനികൾ ചെയ്യുന്നത്. ചില ഇടപാടുകാർ ഈ ഉദ്യോഗസ്ഥരുടെ നിലപാടിൽ പ്രതിഷേധിക്കുകയും ഈ നമ്മൾ ഉന്നയിക്കുന്ന ഇതേ വിഷയം തന്നെ, അതായത് ഒരാഴ്ചയോളം എങ്ങനെയാണ് സോഫ്റ്റ്വെയർ തകരാറ് നീണ്ടു നിൽക്കുന്നത് എന്നുള്ള വിഷയം ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ വരുന്നവരിൽ നിന്നും പണം വാങ്ങുകയും ഇത്തരത്തിലുള്ള ഒരു പ്രൊവിഷണൽ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് നൽകി മടക്കി അയക്കുകയുമാണ് ചെയ്തത്. എങ്കിൽ കൂടിയും വീണ്ടും 1 മാസത്തിന് ശേഷം ഇതിന് കാലാവധി നഷ്ടപ്പെടും, വീണ്ടും കമ്പനിയിൽ വരേണ്ടി വരും എന്നെല്ലാം ഉള്ളത് കൊണ്ട് ഈ ഇടപാടുകാർ പലരും ഇതിന് തയ്യാറാകുന്നില്ല. അവർ മറ്റ് സ്വകാര്യ സ്ഥാപനങ്ങളിലേക്ക് ഇൻഷുറൻസ് പുതിയ പോളിസികൾ എടുക്കുന്നതിനായി പോവുകയാണ്. ദേശീയ തലത്തിൽ തന്നെ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട് എന്നാണ് പല ബ്രാഞ്ചുകളിലും അന്വേഷിച്ച സമയത്ത് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കോഴിക്കോട് ഓഫീസിൽ വിളിച്ച സമയത്താണ് ഉദ്യോഗസ്ഥൻ വളരെ വ്യക്തമായി തന്നെ കേരളത്തിൽ മാത്രമല്ല രാജ്യത്ത് ഉടനീളം ഇൻഷുറൻസ് സോഫ്റ്റ്വെയർ തകരാറാണ്, മറ്റ് കമ്പനികളെ ആശ്രയിക്കുന്നതാണ് ഉചിതം എന്ന് വ്യക്തമാക്കുന്നത്. ഏതായാലും ഏറ്റവും പ്രധാനപ്പെട്ട പൊതുമേഖലാ ഇൻഷുറൻസ് കമ്പനിയായ നാഷണൽ ഇൻഷുറൻസിൽ ഒരാഴ്ചയായി സോഫ്റ്റ്വെയർ തകരാർ മൂലം ഇടപാടുകാർക്ക് അവരുടെ ഇൻഷുറൻസ് പുതുക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് ഏറെ നിരാശാജനകവും അതോടൊപ്പം തന്നെ ഗൗരവമായി ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഇത് സ്വകാര്യ ഇൻഷുറൻസ് കമ്പനികളെ സഹായിക്കാനാണോ ഇത്തരത്തിലുള്ള നീക്കം, അല്ലെങ്കിൽ മറ്റ് എന്ത് ലക്ഷ്യമാണ് ഇതിന് പിന്നിലുള്ളത് എന്നുള്ള കാര്യം പുറത്തു വരേണ്ടിയിരിക്കുന്നു. സ്വാഭാവികമായും അന്വേഷണത്തിലൂടെ പുറത്തു വരേണ്ടിയിരിക്കുകയാണ്. പല ഉദ്യോഗസ്ഥർക്കും എന്താണ് യഥാർത്ഥ കാരണം എന്ന് പോലും അറിയാത്ത സ്ഥിതിവിശേഷമാണുള്ളത്. ഏതായാലും വലിയ രീതിയിൽ തന്നെ ഇടപാടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയും അതോടൊപ്പം തന്നെ പൊതുമേഖലാ സ്ഥാപനത്തിന്റെ തകർച്ചയിലേക്ക് നീങ്ങാൻ പോലും ഇടയാക്കിയേക്കാവുന്ന നിലപാടുകളാണ് ഇൻഷുറൻസ് കമ്പനിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. സന്തോഷ് പങ്കുവയ്ക്കുന്ന വിവരങ്ങൾ അനുസരിച്ചാണെങ്കിൽ രാജ്യത്താകമാനമുള്ള ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട സോഫ്റ്റ്വെയർ തകരാറിലാണെന്ന് പല ഉദ്യോഗസ്ഥർ തന്നെ നമ്മളോട് സ്ഥിരീകരിക്കുന്നുണ്ട്. പക്ഷേ ഈ ഉദ്യോഗസ്ഥർ എന്ന് പറഞ്ഞിട്ട് നിർണായകമായ തീരുമാനമെടുക്കാൻ പ്രാപ്തരായവരല്ല. ഉന്നതതലമായ ആലോചനകൾ ഇതിന്റെ പിന്നിലുണ്ട്. നമുക്കറിയാം, സന്തോഷ് തന്നെ സൂചിപ്പിച്ചതുപോലെ സാധാരണക്കാരായവരും അല്ലാത്തവരുമായ ജീവിതത്തിൽ വളരെ നിർണായകമായ സ്വാധീനം ചെലുത്തുന്ന ഒന്നാണ് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ക്രയവിക്രയങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ. അങ്ങനെയാണെങ്കിൽ ഗുരുതരമായ ഗൂഢാലോചന ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടോ സ്വകാര്യവൽക്കരണത്തിന് വേണ്ടി എന്ന് ചിന്തിക്കേണ്ടി വരുമോ? തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. കാരണം മികച്ച ഈ പൊതുമേഖലാ രംഗത്തുള്ള ഇൻഷുറൻസുകളിൽ ഏറ്റവും മികച്ചത് എന്ന് പൊതുവെ അഭിപ്രായമുള്ള ഒരു ഇൻഷുറൻസ് കമ്പനിയാണ് നാഷണൽ ഇൻഷുറൻസ് കമ്പനി. സ്വാഭാവികമായും ബ്രാഞ്ചുകളിലുള്ള അല്ലെങ്കിൽ ഡിവിഷനുകളിലുള്ള ഉദ്യോഗസ്ഥർക്കൊന്നും ഇത് സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ ലഭിക്കുന്നില്ല. അവർക്കും അറിയാവുന്നത് സോഫ്റ്റ്വെയർ തകരാറാണ് എന്നുള്ള കാര്യം മാത്രമാണ്. അത് മാത്രമല്ല, ഈ ബ്രാഞ്ചുകളിലും ഡിവിഷണൽ ഓഫീസുകളിലും എത്തുന്ന ഇടപാടുകാർ അവിടെയുള്ള ഉദ്യോഗസ്ഥരോട് തട്ടിക്കയറുകയും തർക്കിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട്. അവർക്കും സ്വാഭാവികമായും അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. എന്നാൽ ആ ഒരു തലത്തിലൊന്നും തന്നെ ഉദ്യോഗസ്ഥ തലത്തിലൊന്നും തന്നെ പരിഹരിക്കാൻ കഴിയുന്ന ഒരു വിഷയമല്ല ഇത് എന്നുള്ളതാണ് പല ഓഫീസുകളിലും അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതിന്റെ സോഫ്റ്റ്വെയർ തകരാറ് പരിഹരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് പൊതുവെ മുകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം എന്നാണ് താഴേക്കിടയിലുള്ളവരും വ്യക്തമാക്കുന്നത്. എന്താണ് യഥാർത്ഥ വസ്തുത എന്നുള്ള കാര്യം വ്യക്തമല്ല. മാത്രമല്ല, ഇൻഷുറൻസ് തുകയിൽ ചെറിയ വർധനവ്, ചെറിയതെന്ന് പറയാൻ കഴിയില്ല, ഏതാണ്ട് 750 രൂപയോളം വർധനവ്, ഒരു 2 വീലറിന്റെ ഇൻഷുറൻസിന് പോലും 750 രൂപയോളം വർധനവ് ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. ഈ വർധനവിനെതിരെയുള്ള ഒരു കേസ് മദ്രാസ് ഹൈക്കോടതിയിൽ നിലനിൽക്കുന്നുമുണ്ട്. മറ്റു ചില ആക്ഷേപങ്ങൾ ഉയരുന്നത് ഇത് കൃത്യമായും ഈ കോടതി വിധി വന്നു കഴിഞ്ഞാൽ അത് തിരിച്ചടി ഉണ്ടാകും എന്നുള്ള ഇതുകൊണ്ടാണ് ഈ ഇൻഷുറൻസ് ഇടപാടുകാരെ വൈകിപ്പിക്കുന്നത് എന്നുള്ള ആരോപണമുണ്ട്. അതിനെ സംബന്ധിച്ച് കൃത്യമായ വ്യക്തതയില്ല. ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ കഴിഞ്ഞ ഒരാഴ്ചയിൽ അധികമായി നിരവധി ഇൻഷുറൻസ് ഉപയോഗിക്കുന്നവരാണ് അല്ലെങ്കിൽ ഇടപാടുകാരാണ് ഈ പൊതുമേഖലാ സ്ഥാപനത്തിൽ നിന്നും മടങ്ങിപ്പോയി മറ്റ് സ്വകാര്യ സ്ഥാപനങ്ങളെ ആശ്രയിക്കുന്നത് ഏറ്റവും ഖേദകരമായിട്ടുള്ള കാര്യമാണ്. രാജ്യത്തെ എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളെയും സ്വകാര്യവൽക്കരിക്കുകയും വിറ്റഴിക്കുകയും പൊതുമേഖലയെ തന്നെ തകർക്കാൻ ശ്രമിക്കുകയും
ചെയ്യുന്ന ഒരു ഭരണകൂടം കൂടി നിലവിലുണ്ട്. ആ ഒരു സാഹചര്യങ്ങളുമായി കൂട്ടി വായിക്കുമ്പോൾ ശക്തമായ കിടമത്സരം നിലനിൽക്കുന്ന ഈ ഇൻഷുറൻസ് രംഗത്ത് പ്രധാനപ്പെട്ട സ്ഥാപനത്തിൽ നിന്നും ഉണ്ടാകുന്ന ഈ വീഴ്ച എന്തായാലും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പോരായ്മയായി തന്നെ കണക്കാക്കേണ്ടതുണ്ട്. ഏതായാലും പലർക്കും ഈ വിഷയം ഒരാഴ്ചയായിട്ടും ഈ വിഷയം പുറത്തു വന്നില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുതയായിട്ട് കാണേണ്ടതും. കാരണം ഇതിനെ ഉദ്യോഗസ്ഥർ സോഫ്റ്റ്വെയർ തകരാറെന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അത് വിശ്വസിക്കുകയും ഇത് ഒരു നിർബന്ധിത ഏറ്റവും പെട്ടെന്ന് നടക്കേണ്ടുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ മറ്റ് കാര്യങ്ങളിലേക്ക് നീങ്ങാതെ മറ്റ് ഇൻഷുറൻസ് കമ്പനികളിലേക്ക് പോകുകയാണ്. സന്തോഷാണ്. വളരെ നിർണായകമായ ഒരു വാർത്തയുടെ വിശദാംശങ്ങളാണ് പങ്കുവച്ചത്. തീർച്ചയായും പുറത്തുവരുന്ന വിവരങ്ങൾ ശരിയാണെങ്കിൽ ഗുരുതരമായ ഗൂഢാലോചന ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കണം. പൊതുമേഖല എന്ന നിലയിൽ നാഷണൽ ഇൻഷുറൻസ് കമ്പനിയെ തകിടം മറിക്കുക എന്ന നിലയിൽ സ്വകാര്യവൽക്കരണത്തിലേക്ക് ഭരണകൂടം കാര്യങ്ങൾ കൊണ്ടുപോകുന്നു എന്ന സംശയം തീർച്ചയായും ഈ നിർണായകമായ വാർത്തയ്ക്ക് പിന്നിലുണ്ട്. മറ്റൊരു വാർത്തയിലേക്ക്. കത്തോലിക്ക സഭയിൽ പരിവർത്തനം ആവശ്യമെന്ന് മാർപ്പാപ്പ. ഭാവി തലമുറയെ കൂടെ നിർത്തണമെങ്കിൽ നിലപാടുകൾ മാറ്റണമെന്നും മാർപ്പാപ്പ. പരാതികളോട് സുതാര്യമായും സത്യസന്ധമായും പ്രതികരിക്കണമെന്നും മാർപ്പാപ്പ അഭിപ്രായപ്പെട്ടു. ലോകത്താകമാനം സഭയ്ക്കകത്ത് ലൈംഗിക ആരോപണങ്ങൾ ശക്തമാവുന്ന സാഹചര്യത്തിലാണ് സഭ കാലത്തിനനുസരിച്ചുള്ള പരിവർത്തനത്തിന് തയ്യാറാകണമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ ആഹ്വാനം ചെയ്തത്. എസ്റ്റോണിയയിൽ വിശ്വാസി സമൂഹത്തെ അഭിസംബോധന ചെയ്യുമ്പോഴാണ് പരിവർത്തനം അനിവാര്യമാണെന്ന് മാർപ്പാപ്പ ആഹ്വാനം ചെയ്തത്. ലൈംഗിക സാമ്പത്തിക ആരോപണങ്ങൾ സഭയെ ജനങ്ങളിൽ നിന്ന് അകറ്റുന്നു. ഇത് സഭയുടെ അടിത്തറ തകർക്കുമെന്നും അതിനാൽ സഭയുടെ മുന്നോട്ടുപോക്കിന് യുവതലമുറയെ കൂടെ നിർത്തണമെന്നും മാർപ്പാപ്പ പറഞ്ഞു. US, ജർമ്മനി എന്നിവിടങ്ങളിൽ നിന്നടക്കം സഭാധ്യക്ഷന്മാർക്കെതിരെ ഉയർന്നുവരുന്ന ലൈംഗിക ആരോപണങ്ങളുടെ കൂടെ പശ്ചാത്തലത്തിലാണ് മാർപ്പാപ്പയുടെ പ്രസംഗം. സഭയ്ക്കെതിരെ ഉയർന്നുവരുന്ന ആരോപണങ്ങളിൽ പലപ്പോഴും ആരോപണ വിധേയർക്കൊപ്പം നിൽക്കുന്ന നിലപാടാണ് സഭയിൽ നിന്നും ഉണ്ടാകുന്നത്. അതിനു പകരം ആരോപണങ്ങളിൽ സത്യസന്ധവും സുതാര്യവുമായി പ്രതികരിക്കാൻ സഭ തയ്യാറാകണമെന്നും മാർപ്പാപ്പ കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്. ആധാർ കേസിൽ സുപ്രീം കോടതി വിധി നാളെ. ആധാറിന്റെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്തുള്ള ഹർജിയിലാണ് നാളെ ഭരണഘടനാ ബെഞ്ച് വിധി പറയുക. കോടതി നടപടികൾ തത്സമയം സംപ്രേഷണം ആകുമോ എന്ന കാര്യത്തിലും നാളെ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് വിധി പറയും. PC ജോർജിനെതിരെ ഇരയായ കന്യാസ്ത്രീയുടെ പരാതി. വാർത്താ സമ്മേളനം വിളിച്ച് അധിക്ഷേപിച്ച സംഭവത്തിലാണ് പരാതി. കോട്ടയം ജില്ലാ പോലീസ് മേധാവി ഹരിശങ്കറിനാണ് പരാതി നൽകിയിട്ടുള്ളത്. ഒരിടവേള. ക്രിമിനൽ കേസുകളിൽ കുറ്റം ചുമത്തപ്പെട്ടവരെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് അയോഗ്യരാക്കാനാകില്ലെന്ന് സുപ്രീംകോടതി. രാഷ്ട്രീയത്തിലെ ക്രിമിനൽ വൽക്കരണം തടയാൻ നിയമം കൊണ്ടുവരേണ്ടത് പാർലമെന്റാണെന്നും സുപ്രീംകോടതി. രാഷ്ട്രീയത്തിലെ ക്രിമിനൽ വൽക്കരണം സംബന്ധിച്ച് വിവിധ മാർഗനിർദ്ദേശങ്ങളും കോടതി പുറപ്പെടുവിച്ചു. അതേസമയം ജനപ്രതിനിധികൾ അഭിഭാഷകരായി പ്രാക്ടീസ് ചെയ്യാമെന്ന് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ 3-അംഗ ബെഞ്ച് വിധിച്ചു. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ക്രിമിനൽ വൽക്കരണം വർദ്ധിക്കുന്നതായി നിരീക്ഷിച്ച സുപ്രീം കോടതി എന്നാൽ ക്രിമിനൽ കേസുകളിൽ കുറ്റം ചുമത്തപ്പെട്ടവരെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് അയോഗ്യരാക്കാനാകില്ലെന്ന് വ്യക്തമാക്കി. ഇതു സംബന്ധിച്ച് നിയമനിർമ്മാണം കൊണ്ടുവരേണ്ടത് പാർലമെന്റാണെന്ന് പറഞ്ഞ കോടതി അതേസമയം രാഷ്ട്രീയത്തിലെ ക്രിമിനൽ വൽക്കരണം തടയാൻ മാർഗനിർദ്ദേശങ്ങളും പുറപ്പെടുവിച്ചു. സ്ഥാനാർത്ഥികൾ പൂരിപ്പിക്കേണ്ട ഫോമിൽ കേസുകളെക്കുറിച്ച് വിശദീകരിക്കാൻ പ്രത്യേക കോളം വേണം. നാമനിർദ്ദേശ പത്രിക നൽകിയ ശേഷം 3 തവണയെങ്കിലും ഇത് സംബന്ധിച്ച് മാധ്യമങ്ങളിൽ പരസ്യം നൽകണം. ക്രിമിനൽ കേസുകൾ സംബന്ധിച്ച വിവരങ്ങൾ സ്ഥാനാർത്ഥികൾ പാർട്ടികൾക്ക് കൈമാറണം. ഇത് പാർട്ടികൾ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണമെന്നുമാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. അതേസമയം ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ മറ്റൊരു ബെഞ്ച് ജനപ്രതിനിധികൾക്ക് അഭിഭാഷകരായി പ്രാക്ടീസ് ചെയ്യാമെന്നും വ്യക്തമാക്കി. മുഴുവൻ സമയ വേതനം വാങ്ങുന്നവരല്ല ജനപ്രതിനിധികൾ എന്നതിനാൽ പ്രാക്ടീസ് ചെയ്യുന്നത് വിലക്കാനാകില്ലെന്ന് കോടതി വ്യക്തമാക്കി. ജനപ്രതിനിധികൾ പ്രാക്ടീസ് ചെയ്യുന്നത് വിലക്കണമെന്നാവശ്യപ്പെട്ട് സമർപ്പിക്കപ്പെട്ട ഹർജികൾ മുഴുവൻ കോടതി തള്ളി. രാഷ്ട്രീയ പാർട്ടി നേതാക്കൾക്ക് ആശ്വസിക്കാം. കേസിൽ പ്രതിയായാലും കേസുകളിൽ പ്രതികൾക്ക് വേണ്ടി ഹാജരായാലും നിയമത്തിന്റെ വിലക്കുകൾ ഭയപ്പെടേണ്ടതില്ല. വിശാലമായ അർത്ഥത്തിൽ സുപ്രീം കോടതി വിധി പറഞ്ഞു വെക്കുന്നത് ഇതാണ്. ശരത് കെ ശശി, ന്യൂസ് ബ്യൂറോ, ദില്ലി. അഭിമന്യു വധക്കേസിൽ അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചു. കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത 16 പേർക്കെതിരെയുള്ള ആദ്യഘട്ട കുറ്റപത്രമാണ് എറണാകുളം JFCM 2-ാം കോടതിയിൽ സമർപ്പിച്ചത്. മരട് സ്വദേശി സഹൽ ആണ് അഭിമന്യുവിനെ കുത്തിയതെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത SDPI പോപ്പുലർ ഫ്രണ്ട് ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകരായ 16 പേർക്കെതിരെയാണ് കുറ്റപത്രം സമർപ്പിച്ചത്. 1500ഓളം പേജുകളുള്ള കുറ്റപത്രത്തിൽ അഭിമന്യുവിനെ കൊലപ്പെടുത്തിയത് മരട് സ്വദേശിയും 21-കാരനുമായ സഹലാണെന്ന് വ്യക്തമാക്കുന്നു. അർജുനെ കുത്തിയത് മുഹമ്മദ് ഷഹീമും വിനീതിനെ കുത്തിയത് സനീഷാണെന്നും കുറ്റപത്രം പറയുന്നു. കൊലപാതകത്തിന്റെയും ഗൂഢാലോചനയുടെയും മുഖ്യസൂത്രധാരനും ക്യാമ്പസ് ഫ്രണ്ട് മഹാരാജാസ് യൂണിറ്റ് സെക്രട്ടറിയുമായ JI മുഹമ്മദാണ് കുറ്റപത്രത്തിൽ 1-ാം പ്രതി. ക്യാമ്പസ് ഫ്രണ്ട് നേതാക്കളായ ആരിഫ് ബിൻ സലീം, മുഹമ്മദ് റിഫ ഉൾപ്പെടെ 16 പേർക്കെതിരെ
പേർക്കെതിരെ കൊലപാതക ശ്രമം, ഗൂഢാലോചന, സംഘം ചേരൽ, മാരകായുധം കൈവശം വയ്ക്കൽ തുടങ്ങിയ കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. 16 പേരിൽ ഒളിവിൽ കഴിയുന്ന 7 പേർക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. കേസിൽ അനുബന്ധ കുറ്റപത്രം പിന്നീട് സമർപ്പിക്കുമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനായ അസിസ്റ്റന്റ് കമ്മീഷണർ ST സുരേഷ് കുമാർ പറഞ്ഞു. സീനിലുണ്ടായിരുന്ന ആൾക്കാരാണ് ചാർജ് ഷീറ്റ് കൊടുത്തത്. അല്ല, ലുക്കൌട്ട് നോട്ടീസ് ഇപ്പോഴും ലൈവാണ്, അതുണ്ട്. അതിൽ ബാക്കിയുള്ള ഫർദർ ആക്ഷനുള്ള കാര്യങ്ങളും കോടതിക്ക് നമ്മൾ റിപ്പോർട്ട് കൊടുത്തു. ആകെയുള്ള 26 പ്രതികളിൽ 19 പേരെ ഇതിനകം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ജൂലൈ 2 അർദ്ധരാത്രിയിലാണ് മഹാരാജാസ് കോളേജിൽ വെച്ച് അക്രമി സംഘം അഭിമന്യുവിനെ കൊലപ്പെടുത്തിയത്. കൃത്യം നടന്ന 85-ാം ദിവസമാണ് അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. രാജ്യാന്തര ചലച്ചിത്രമേള നടത്താൻ സർക്കാർ അനുമതി നൽകിയേക്കും. ചെലവ് ചുരുക്കി മേള നടത്താമെന്നാണ് മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ച നിർദ്ദേശം. ഇക്കാര്യം സാംസ്കാരിക വകുപ്പും അംഗീകരിച്ചിട്ടുണ്ട്. ചെലവ് ചുരുക്കിയാലും 3 കോടി രൂപയെങ്കിലും മേള നടത്താൻ വേണ്ടിവരുമെന്നാണ് സാംസ്കാരിക മന്ത്രി AK ബാലൻ പറഞ്ഞത്. കൂടുതൽ വ്യക്തത വരുത്തുന്നതിനായി മുഖ്യമന്ത്രിയെ കാണുമെന്നും അദ്ദേഹം അറിയിച്ചു. ഡെലിഗേറ്റ് ഫീസ് വർദ്ധിപ്പിച്ച് പണം കണ്ടെത്താനാണ് ചലച്ചിത്ര അക്കാദമിയുടെ ശ്രമം. ഇതിനായി ഉടൻ ആലോചനാ യോഗം വിളിക്കും. ഡെലിഗേറ്റ് ഫീസ് 650 രൂപ എന്നത് 1500 രൂപയെങ്കിലും ആക്കണമെന്നാണ് നിർദ്ദേശം. വിദ്യാർത്ഥികളുടെ ഫീസിനത്തിലും വർധനവുണ്ടായേക്കാം. ഇത്തരം നിർദ്ദേശങ്ങൾ പാലിച്ച് മേള നടത്താൻ സാംസ്കാരിക വകുപ്പ് നേരത്തെ തന്നെ സമ്മതം അറിയിച്ചിരുന്നു. വകുപ്പ് മന്ത്രി ഇക്കാര്യം മുഖ്യമന്ത്രി പിണറായി വിജയനെയും ധരിപ്പിച്ചിട്ടുണ്ട്. എത്ര ചെലവ് ചുരുക്കിയാലും 3 കോടി രൂപയെങ്കിലും മേള നടത്താൻ ആവശ്യമായി വരുമെന്ന് സാംസ്കാരിക മന്ത്രി AK ബാലൻ പറഞ്ഞു. 2 കോടി രൂപ അക്കാദമി സ്വന്തം നിലയിൽ കണ്ടെത്തിയാലും പ്ലാൻ ഫണ്ടിൽ നിന്ന് പണം അനുവദിച്ചില്ലെങ്കിൽ മേള നടത്താൻ കഴിയില്ലെന്നും അദ്ദേഹം പാലക്കാട് പറഞ്ഞു. കഴിഞ്ഞ വർഷം നമ്മൾ ഒരു 6 കോടി രൂപയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചെലവ്. ഒരു പകുതിയാക്കിയിട്ട് വെട്ടിച്ചുരുക്കാം. അപ്പോൾ 2 കോടി അക്കാദമി തന്നെ കാണും. 2 കോടി വെച്ചാൽ ഇപ്പോഴുള്ള ഫീസിൻ്റെ ഇരട്ടി ഫീസ് വർദ്ധിപ്പിക്കുക. ഡെലിഗേറ്റ് ഫീസ് ഒന്നുകൂടി ഒരു വ്യക്തത മുഖ്യമന്ത്രിയുടെ അടുക്കൽ നിന്ന് കിട്ടേണ്ടതുണ്ട്. അതിനുശേഷം നമുക്ക് കാര്യങ്ങൾ ആലോചിക്കാം. പ്രളയക്കെടുതിയിൽ വൻ തകർച്ച നേരിട്ട സംസ്ഥാനത്ത് കലാ, കായിക, ശാസ്ത്ര, ചലച്ചിത്രമേളകൾ വേണ്ടെന്നായിരുന്നു ആദ്യ നിലപാട്. പിന്നീട് ആർഭാടങ്ങൾ ഒഴിവാക്കി മേളകൾ നടത്താൻ തീരുമാനിക്കുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കന്നഡ നടൻ രാജ്കുമാറിനെ തട്ടിക്കൊണ്ടുപോയ കേസിൽ വീരപ്പനെ കോടതി വെറുതെ വിട്ടു. വീരപ്പനും കൂട്ടാളിക്കും എതിരെ മതിയായ തെളിവുകൾ ഹാജരാക്കാൻ പ്രോസിക്യൂഷൻ ആയില്ലെന്ന് വിലയിരുത്തിയാണ് ഈറോഡിലെ ഗോപി ചെട്ടിപ്പാളയം കോടതി വീരപ്പനെ വെറുതെ വിട്ടത്. തിരുവനന്തപുരം മണക്കാട് ഭാര്യയെ കഴുത്തറുത്ത് കൊന്ന ഭർത്താവ് പിടിയിൽ. കനിയമ്മയുടെ ഭർത്താവ് മാരിയപ്പനാണ് പിടിയിലായത്. തമിഴ്നാട് പോലീസാണ് മാരിയപ്പനെ പിടികൂടിയത്. ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെ പാലാ രൂപത സഹായമെത്രാൻ ജേക്കബ് മുരിക്കൻ, സിറോ മലബാർ സഭ ഔദ്യോഗിക വക്താവ് മാത്യു ചന്ദ്രാംകുന്നേൽ എന്നിവർ ജയിലിൽ സന്ദർശിച്ചു. 15 മിനിറ്റോളം കൂടിക്കാഴ്ച നീണ്ടുനിന്നു. ഫ്രാങ്കോ മുളയ്ക്കലിന് ലൈംഗിക ശേഷി ഉണ്ടെന്ന് പരിശോധനാ ഫലം. കോട്ടയം മെഡിക്കൽ കോളേജിൽ നടന്ന പരിശോധനയുടെ പ്രാഥമിക റിപ്പോർട്ട് അന്വേഷണ സംഘത്തിന് ലഭിച്ചു. ഇരയായ കന്യാസ്ത്രീയുടെ ചിത്രം പ്രചരിപ്പിച്ച കേസിൽ സിസ്റ്റർ അമലയ്ക്ക് പോലീസ് നോട്ടീസ് അയച്ചു. കന്യാസ്ത്രീയെ ബലാത്സംഗം ചെയ്ത ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിന് ലൈംഗിക ശേഷിയുണ്ടെന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ നടന്ന പരിശോധനയിൽ വ്യക്തമായി. മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് വിഭാഗം ഡോക്ടർ ജെയിംസ് കുട്ടി അന്വേഷണ സംഘത്തിന് പ്രാഥമിക റിപ്പോർട്ട് കൈമാറി. കേസന്വേഷണത്തിൽ നിർണായകമാകുന്ന റിപ്പോർട്ടാണിത്. ഇരയായ കന്യാസ്ത്രീയുടെ ചിത്രം പ്രചരിപ്പിച്ച കേസിൽ മിഷണറീസ് ഓഫ് ജീസസ് PRO സിസ്റ്റർ അമലയ്ക്ക് കുറവിലങ്ങാട് പോലീസ് നോട്ടീസ് അയച്ചു. ഒരാഴ്ചയ്ക്കുള്ളിൽ ഹാജരാകാനാണ് നോട്ടീസ്. ഫർദർ ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. പോകേണ്ടി വന്നാൽ പോകും. ഈ മറ്റേ PRO അമലയ്ക്ക് നോട്ടീസ് സെർവ് ചെയ്തു, സമൻസ് ചെയ്യാൻ നോട്ടീസ് സെർവ് ചെയ്യാൻ ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട്. ചെയ്യും. ഈ അതുപോലെ തന്നെ ജെയിംസ് എർത്തേലിന്റെ കേസിൽ എന്താണ് അവസ്ഥ? അന്വേഷണം അതിൻ്റെ അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. അതിൽ എന്താണ് അതിന് കാരണമായ കാര്യങ്ങൾ എന്നുള്ളതിനെ കുറിച്ചിട്ട് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ നോക്കുന്നുണ്ട്. അതുപോലെ ഈ പോളിഗ്രാഫ് ടെസ്റ്റിനുള്ള അപേക്ഷ ഇതുവരെ കൊടുത്തിട്ടില്ല. അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല. ഇല്ല, അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. അത് ആ ഒരു സാഹചര്യം വരുന്ന സമയത്ത് ആലോചിച്ച് തീരുമാനമെടുക്കും. ഇൻവെസ്റ്റിഗേഷന് ലെജിറ്റിമേറ്റ് ആയിട്ട് 3 months ടൈമുണ്ട്. അതിന് മുമ്പ് പൂർത്തിയാക്കാനാണ് ആലോചിക്കുന്നത്. അറസ്റ്റിലായതോടെ കൂടുതൽ വൈദികരും കന്യാസ്ത്രീകളും ബിഷപ്പിനെതിരെ മൊഴി നൽകുമെന്ന് അന്വേഷണ സംഘം വിലയിരുത്തുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ വീണ്ടും ജലന്ധറിൽ പോയി മൊഴിയെടുക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, കോട്ടയം. സഭയ്ക്കുള്ളിൽ നിന്ന് വിമോചനത്തിന്റെ ശബ്ദമുയർത്തി സമരത്തിനിറങ്ങിയ കന്യാസ്ത്രീകൾക്കെതിരെ പ്രതികാര നടപടിയുമായി സഭ നീങ്ങുമ്പോൾ സഭയിലെ കൊള്ളരുതായ്മകൾ വിളിച്ചു പറഞ്ഞ് പുറത്തുവന്ന സിസ്റ്റർ ജസ്മിക്ക് സഭാ നടപടികളിൽ തെല്ലും പുതുമയില്ല. സിസ്റ്റർ ജസ്മി ഉയർത്തിവിട്ട കൊടുങ്കാറ്റ് ഇനിയും കെട്ടടങ്ങിയിട്ടില്ല. സഭയെന്ന അടച്ചിട്ട ആ ഇടുങ്ങിയ കൂട്ടിൽ നിന്ന് ജസ്മി സ്വതന്ത്രയായത് ആണധികാരത്തിന്റെ സർവ്വസന്നാഹങ്ങളെയും ഒറ്റയ്ക്ക് വെല്ലുവിളിച്ചുകൊണ്ടാണ്. അന്ന് ജസ്മി പറഞ്ഞ പല കഥകളും വിശ്വാസികൾക്കപ്പുറം
പൊതുസമൂഹത്തിന് പോലും വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ളവയായിരുന്നു. എന്നാൽ ഇന്ന് സർവ്വവിലക്കുകളെയും ലംഘിച്ച് കന്യാസ്ത്രീമാർ പൊതുനിരത്തിലേക്ക് തങ്ങളുടെ അവകാശ പ്രഖ്യാപനത്തിന്റെ പടനയിച്ചപ്പോൾ സിസ്റ്റർ ജസ്മി പറഞ്ഞ കഥകൾ സത്യത്തിന്റെ പുതിയ സങ്കീർത്തനങ്ങളാവുകയാണ്. തങ്ങളിൽ പലർക്കും സഭയ്ക്കുള്ളിൽ നിന്ന് തന്നെ പീഡനം ഏറ്റുവാങ്ങേണ്ടി വന്നപ്പോൾ, അതും സർവാധിപനായ ബിഷപ്പിൽ നിന്ന് തന്നെയാകുമ്പോൾ, കന്യാസ്ത്രീ സമൂഹത്തിന് ഇനിയും ഈ പഴയ പൗരോഹിത്യ ആണധികാര സമ്പ്രദായത്തിൽ എത്ര നാൾ തുടരാനാകുമെന്ന ചോദ്യം ഉയർത്തിവിടുകയാണ് സിസ്റ്റർ ജസ്മി. അതിന് ഈ 4 ചുവരുകൾക്കുള്ളിൽ നിന്ന് ഒരു യൂണിഫോമൊക്കെ ഇട്ട് ചെയ്യേണ്ട സേവനം നമുക്ക് പുറത്ത് വന്ന് ചെയ്യാം. അല്ലാതെ അതിൻ്റെ ഉള്ളിൽ പോയി കിടന്നിട്ട് പിന്നെയും ഞങ്ങൾക്ക് ഇപ്പോഴും പീഡനമാണെന്ന് പറഞ്ഞിരുന്നാൽ നമുക്ക് കുറച്ച് വിവേകം ഉപയോഗിക്കണ്ടേ എന്ന് വെച്ച് എല്ലാ മഠത്തിലുള്ളവരും പുറത്തു വരണം എന്നൊക്കെ ഞാൻ പറഞ്ഞാൽ പറയും, അവളുടെ വാല് മുറിഞ്ഞു, അപ്പോൾ എല്ലാവരെയും വാല് മുറിക്കാൻ ആഗ്രഹം. അങ്ങനെ ഒരു നെഗറ്റീവ് ചിന്താഗതി കൊണ്ടല്ല ഞാൻ പറയുന്നത്. എന്തിനെങ്ങനെ കടിച്ചു തൂങ്ങി നിന്ന ഒരു ജീവിതങ്ങളാണ് ഈ പാഴാക്കണത്. നന്മയ്ക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ച ജീവിതങ്ങൾ പാഴായി പോവുകയാണ്. അത് വലിയ കഷ്ടമുള്ള കാര്യമല്ലേ. സഭയ്ക്ക് അകത്തും പുറത്തും ഉണ്ടാകുന്ന ഈ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് വെറുമൊരു കാഴ്ചക്കാരി മാത്രമല്ല സിസ്റ്റർ ജസ്മി. പോരാട്ടത്തിന്റെ തീച്ചുളയിൽ അവർ പരുവപ്പെടുത്തിയെടുത്ത മറ്റൊരു ദൈവവിളിയുടെ കൂടി തുടർച്ചയാണ് കന്യാസ്ത്രീമാരുടെ ഈ ജീവിത സമരം. പി സലീമിനൊപ്പം VS അഭിരാം, തൃശൂർ. പ്രശസ്ത വയലിനിസ്റ്റ് ബാലഭാസ്കറും കുടുംബവും സഞ്ചരിച്ച കാർ തിരുവനന്തപുരത്ത് അപകടത്തിൽപ്പെട്ടു. അപകടത്തിൽ ബാലഭാസ്കറിന്റെ മകൾ തേജസ്വിനി മരിച്ചു. ബാലഭാസ്കറിനും ഭാര്യയ്ക്കും ഗുരുതര പരിക്കേറ്റു. തിരുവനന്തപുരം പള്ളിപ്പുറം താമരക്കുളത്ത് വെച്ചായിരുന്നു അപകടം. തൃശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷം മടങ്ങുകയായിരുന്നു ബാലഭാസ്കറും കുടുംബവും. 2 വയസ്സുകാരി മകൾ തേജസ്വി ബാലയെ ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും മരിച്ചിരുന്നു. ബാലഭാസ്കറിന്റെ പരിക്ക് ഗുരുതരമാണ്. തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് ബാലഭാസ്കർ. ഭാര്യ ലക്ഷ്മി, ഡ്രൈവർ അർജുൻ എന്നിവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. നിയന്ത്രണം വിട്ട് കാർ മരത്തിലിടിച്ചായിരുന്നു അപകടം. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിനിടയാക്കിയതെന്നാണ് പ്രാഥമിക നിഗമനം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പായ്വഞ്ചി പ്രയാണത്തിനിടെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ അപകടത്തിൽപ്പെട്ട അഭിലാഷ് ടോമിയെ ഇലെ ആംസ്റ്റർഡാം ദ്വീപിലെത്തിച്ചു. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 12:50 അഭിലാഷിനെ വഹിച്ചുള്ള ഒസീരീസ് കപ്പൽ ദ്വീപിലെത്തിയത്. അഭിലാഷിന്റെ ചികിത്സ ദ്വീപിലെ ആശുപത്രിയിൽ ആരംഭിച്ചു. അഭിലാഷിന്റെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടിട്ടുണ്ടെന്ന് ഇന്ത്യൻ നാവികസേന അറിയിച്ചു. അദ്ദേഹത്തെ രക്ഷിക്കുന്ന ദൃശ്യങ്ങളും നാവികസേന പുറത്തുവിട്ടു. ഗോൾഡൻ ഗ്ലോബ് റേസിംഗിനിടെ അഭിലാഷിനൊപ്പം അപകടത്തിൽപ്പെട്ട ഐറിഷ് നാവികൻ ഗ്രെഗറിയെ ഇന്നലെ രാത്രി 10 മണിയോടെ രക്ഷിച്ചെടുത്തു. അതിനുശേഷം ഇരുവരുമായി ഫ്രഞ്ച് മത്സ്യബന്ധനയാനമായ ഒസിരീസ് ഇലെ ആംസ്റ്റർഡാം ദ്വീപിൽ ഉച്ചയോടെ എത്തി. ദ്വീപിലെ ആശുപത്രിയിൽ ആരംഭിച്ചു. അഭിലാഷ് ടോമിയുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടിട്ടുണ്ടെന്ന് ഇന്ത്യൻ നാവികസേന അറിയിച്ചു. രക്ഷാപ്രവർത്തന സമയത്ത് ആകാശത്ത് വട്ടമിട്ട് പറന്ന ഇന്ത്യൻ നാവികസേനയുടെ വിമാനം പകർത്തിയ രക്ഷാപ്രവർത്തന ദൃശ്യങ്ങൾ സൈന്യം പുറത്തുവിട്ടു. അഭിലാഷിന്റെ ബോട്ടിന് സമീപത്തേക്ക് രക്ഷാപ്രവർത്തകർ എത്തുന്നതും ബോട്ടിനുള്ളിലേക്ക് കടക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം. പരിസ്ഥിതി ശാസ്ത്രജ്ഞർ മാത്രമുള്ള ദ്വീപിലെ ആശുപത്രിയിൽ അഭിലാഷിന്റെ എക്സ്റേ, അൾട്രാസൗണ്ട് സ്കാനിംഗ് അടക്കമുള്ളവ എടുക്കും. വ്യാഴാഴ്ച ദ്വീപിലെത്തുന്ന ഇന്ത്യൻ യുദ്ധക്കപ്പലായ INS സത്പുരയിൽ അഭിലാഷ് ടോമിനെ മൗറീഷ്യസിലേക്ക് മാറ്റും. ന്യൂസ് ബ്യൂറോ, ദില്ലി. ജ്ഞാനപീഠ ജേതാവും ഒഡീഷ എഴുത്തുകാരിയുമായ പ്രതിഭ റായ് MT വാസുദേവൻ നായരെ സന്ദർശിച്ചു. MTയുടെ കോഴിക്കോട്ടെ വസതിയിലെത്തിയായിരുന്നു സന്ദർശനം. MT തന്റെ സഹോദരനാണ്. തനിക്കും MTക്കും ഒരേ ചിന്തയും നിലപാടുമാണ്. MT വാസുദേവൻ നായരെ കുറിച്ച് പറയുമ്പോൾ ജ്ഞാനപീഠ ജേതാവ് കൂടിയായ പ്രതിഭ റായ് വാചാലയാകുന്നു. Literature and about his health I asked first thing, and he also asked about my husband's health. He comes to my house whenever he comes to Bhubaneswar. He comes to my house. We are just like brothers and sisters, and we are supporting each other because my opinion and his opinion almost similar. Thinking is almost similar. കോഴിക്കോട്ടെത്തിയാൽ MTയെ കാണാതെ മടക്കമില്ല. തന്റെ ഏറ്റവും പുതിയ പുസ്തകം പ്രതിഭ റായിയുടെ തിരഞ്ഞെടുത്ത കഥകൾ MTക്ക് കൈമാറി. MT തന്റെ പുസ്തകം പ്രതിഭ റായിക്കും നൽകി. ഏറെ നേരം വിശേഷങ്ങൾ പങ്കുവച്ചാണ് ഒറിയൻ കഥാകാരി കോഴിക്കോട്ട് നിന്നും മടങ്ങിയത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പ്രളയമേഖലയിലെ സ്കൂളുകൾക്കും അംഗൻവാടികൾക്കും ഡ്യൂറോലോഗ് പെയിന്റ് കമ്പനി സൗജന്യമായി പെയിന്റ് ചെയ്തു നൽകും. 50 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കമ്പനി പെയിന്റിംഗ് ജോലികൾ പൂർത്തിയാക്കുന്നത്. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി EP ജയരാജൻ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. പ്രളയാനന്തര നവകേരളം സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ തകർന്ന സർക്കാർ സ്കൂളുകൾക്കും അംഗൻവാടികൾക്കും ഡിസ്പെൻസറികൾക്കുമാണ് ഡ്യൂറോലാക് പെയിന്റ് കമ്പനി സൗജന്യമായി പെയിന്റ് ചെയ്തു നൽകുന്നത്. ഇതിനായി 50 ലക്ഷം രൂപ ചിലവഴിക്കാനാണ് കമ്പനി തീരുമാനിച്ചിരിക്കുന്നത്.
പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം വ്യാവസായിക വകുപ്പ് മന്ത്രി EP ജയരാജൻ തിരുവനന്തപുരം നെടുങ്കാട് UPSൽ നിർവഹിച്ചു. ആ പെയിന്റ് കമ്പനിക്കാര് ഇന്നിവിടെ വന്ന് ആ ദൗത്യം ഏറ്റെടുത്തിട്ടുള്ളത് ആ പെയിന്റ് കമ്പനിക്കാരെ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. നിങ്ങൾ കഴിയുന്നത്ര ഈ സേവനം ഇത്തരം വിദ്യാലയങ്ങൾക്ക് നൽകാൻ മുന്നോട്ട് വന്നതിൽ അതിൻ്റെ മാനേജ്മെന്റിനെയും അതിലെ തൊഴിലാളികളെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. വ്യവസായ വകുപ്പ് വിളിച്ചു ചേർത്ത യോഗത്തിൽ പ്രളയമേഖലയിലെ ജനങ്ങൾക്ക് പകുതി വിലയ്ക്ക് പെയിന്റ് ഉൽപ്പന്നങ്ങൾ നൽകണമെന്ന് അഭ്യർത്ഥിച്ചിരുന്നു. തുടർന്ന് ഡ്യൂറലാക് പെയിന്റ് കമ്പനി സൗജന്യമായി പെയിന്റ് ചെയ്ത് നൽകാമെന്ന് ഏൽക്കുകയായിരുന്നു. മേയർ VK പ്രശാന്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡ്യൂറലാക് കമ്പനി ഡയറക്ടർ KP അനിൽദേവ്, കൌൺസിലർ പുഷ്പലത, സ്കൂൾ ഹെഡ് മിസ്ട്രസ് സുനിതകുമാരി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. PU ചിത്ര റെയിൽവേ ജോലിയിൽ പ്രവേശിച്ചു. റെയിൽവേ പാലക്കാട് ഡിവിഷൻ ഓഫീസിൽ സീനിയർ ക്ലർക്കായാണ് നിയമനം. ഇനി റെയിൽവേക്ക് വേണ്ടിയാകും ചിത്ര ട്രാക്കിലിറങ്ങുക. മുണ്ടൂർ എന്ന പാലക്കാടൻ ഗ്രാമത്തിൽ നിന്ന് പരാധീനതകളെ ഓടിത്തോൽപ്പിച്ചാണ് PU ചിത്ര എന്ന പെൺകുട്ടി ട്രാക്കിൽ നേട്ടങ്ങൾ കൊയ്തെടുത്തത്. ട്രാക്കുകൾ കീഴടക്കുമ്പോൾ ജോലി എന്ന സ്വപ്നം മനസ്സിലുണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നത്. റെയിൽവേ ഡിവിഷണൽ ഓഫീസിലെത്തിയാണ് സീനിയർ ക്ലർക്ക് നിയമനോത്തരവ് ചിത്ര കൈപ്പറ്റിയത്. ജോലി ലഭിച്ചതിൽ ഏറെ സന്തോഷം. വളരെ സന്തോഷമുണ്ട്. നമ്മൾ ഇത്രയും സ്പോർട്സ് ചെയ്തതിന് ഒരു ജോലി നേടണമെന്നാണ് ആഗ്രഹം. അത് നേടാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. റെയിൽവേയിലും ഗവൺമെന്റിന്റെയും കേരള ഗവൺമെന്റിന്റെയും രണ്ടും ഓഫർ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏത് ഫസ്റ്റ് വന്നോ അതിൽ കയറുന്നതാണ്. ഇപ്പോൾ കേരള ഗവൺമെന്റിന്റെ ആണെങ്കിൽ നമ്മൾ അത് വന്നാൽ അത് കയറുമായിരുന്നു. ഇപ്പോൾ ഇത് ഫസ്റ്റ് വന്ന കാരണം കൊണ്ട് ഇതിൽ കയറി. നമ്മൾ ഏത് ജോബ് ഫസ്റ്റ് നമുക്ക് ഏതാ കിട്ടണേ അതിൽ കയറാനായിരുന്നു തീരുമാനം. അച്ഛൻ ഉണ്ണികൃഷ്ണനും കോച്ച് സിജിനും ചിത്രയോടൊപ്പം എത്തിയിരുന്നു. സംസ്ഥാന സർക്കാർ നേരത്തെ ചിത്രയ്ക്ക് ജോലി വാഗ്ദാനം ചെയ്തിരുന്നു. അതിനിടെയാണ് റെയിൽവേയുടെ നിയമനോത്തരവ് ചിത്രയെ തേടിയെത്തിയത്. ഭുവനേശ്വറിൽ തുടങ്ങുന്ന ദേശീയ ഓപ്പൺ അത്ലറ്റിക്സിൽ ചിത്ര റെയിൽവേക്ക് വേണ്ടി ട്രാക്കിലിറങ്ങും. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. നീലക്കുറിഞ്ഞി വ്യാപകമായി പൂത്തതോടെ ഹൈറേഞ്ചിലേക്ക് സഞ്ചാരികൾ ഒഴുകിയെത്തുകയാണ്. രാജമലയിലും കൊളുക്കുമലയിലും വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഹൈറേഞ്ചിൽ കാണുന്ന 40 ഇനം കുറിഞ്ഞുങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് 12 വർഷത്തിൽ ഒരിക്കൽ മാത്രം പൂക്കുന്ന സ്പ്രേ ബാലാന്തസ് കുന്തിയാനസ് എന്ന ശാസ്ത്രനാമത്തിലുള്ള നീലക്കുറിഞ്ഞി. 2006 ശേഷം രാജമലയിൽ നീലക്കുറിഞ്ഞി വ്യാപകമായി പൂത്തു തുടങ്ങിയിട്ടുണ്ട്. നീലപ്പട്ടുടുത്ത മലനിരകളുടെ സൗന്ദര്യം തേടി സഞ്ചാരികൾ പ്രവഹിക്കുകയാണ്. പ്രതിദിനം 4000-ഓളം പേരാണ് നീലവസന്തം ആസ്വദിക്കാനായി രാജമലയിലെത്തുന്നത്. We've come here today to have a look at these lovely flowers that only come out every 12 years. We were very impressed with them. നീലക്കുറിഞ്ഞിക്കൊപ്പം വരയാടുകളെയും കാണാമെന്നതാണ് രാജമലയുടെ സവിശേഷത. മറയൂർ, വട്ടവട എന്നിവിടങ്ങൾക്കൊപ്പം കേരള തമിഴ്നാട് അതിർത്തി മേഖലയായ കൊളുക്കുമലയിലും നീലക്കുറിഞ്ഞി വ്യാപകമായി പൂവിട്ടിട്ടുണ്ട്. സഞ്ചാരികൾക്ക് കൊളുക്കുമലയിൽ എത്തിച്ചേരുന്നതിന് ഇടുക്കി ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിൽ സൗകര്യമൊരുക്കിയിട്ടുണ്ട്. രാവിലെ 7:30 മുതൽ വൈകിട്ട് 4 മണി വരെ പ്രവേശനം സാധ്യമായ രാജമലയിലേക്ക് ഓൺലൈനായും മൂന്നാറിലെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും ടിക്കറ്റ് സ്വന്തമാക്കാം. നീലക്കുറിഞ്ഞി വ്യാപകമായി പൂത്തു തുടങ്ങിയതോടെ രാജമലയിൽ തിരക്കേറുകയാണ്. വിദേശികൾ ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാരികളാണ് ദിനംപ്രതി എത്തുന്നത്. രാജമലയിൽ നിന്ന് ദിലീപ് ഗോപിക്കൊപ്പം സമീർ വഴങ്ങോട്. യുവാവിന്റെ കരവിരുതിൽ ആഞ്ഞിലിലയിൽ പിറവികൊള്ളുന്നത് ജീവൻ തുടിക്കുന്ന ചിത്രങ്ങൾ. മഹാപ്രളയത്തിലകപ്പെട്ട കേരള ജനതയുടെ അതിജീവനവും മഹാത്മാഗാന്ധിയും APJ അബ്ദുൽ കലാമും പിണറായി വിജയനും രാഷ്ട്രീയ, സാമൂഹിക, സിനിമാ പ്രവർത്തകരും പക്ഷിമൃഗാദികളും ഉൾപ്പെടെ നിരവധി ചിത്രങ്ങളാണ് കൊല്ലം ചവറ സ്വദേശി സുഭാഷ് ശംഖുവിന്റെ വിരൽ സ്പർശത്തിൽ രൂപം കൊള്ളുന്നത്. ആഞ്ഞിലിയുടെ വലിയ ഇലകളാണ് സുഭാഷിന്റെ കലാമാധ്യമം. കഴിഞ്ഞ ഒരു വർഷക്കാലമായി ഇത്തരത്തിൽ നിർമ്മിച്ച 300ഓളം ചിത്രങ്ങൾ ചവറ തെക്കുംഭാഗം നടുവത്തുചേരിയിൽ അമ്മാനയത്ത് വീട്ടിലെത്തിയാൽ കാണാനാവും. ഒഴിവു സമയങ്ങളിൽ കടലാസിൽ ചിത്രം കോറിയിടുമ്പോൾ തോന്നിയ ആശയമാണ് ഇലകളിൽ കൂടി പടം വരയ്ക്കണം എന്നത്. വിദേശ രാജ്യങ്ങളിൽ വളരെ പ്രചാരത്തിലുള്ള രീതിയാണ് ലീഫ് ആർട്ട് എന്നത്. പ്ലാവിലയാണ് സുഭാഷ് ആദ്യം കൈവച്ചത്. പിന്നീട് കൂടുതൽ ദൃഢതയേറിയ ആഞ്ഞിലിയിലേക്ക് മാറി. ആദ്യമൊക്കെ പരാജയപ്പെട്ടെങ്കിലും നീണ്ട പരിശ്രമത്തിനൊടുവിൽ സുന്ദരമായ ചിത്രങ്ങൾ വരയ്ക്കാൻ തയ്യാറായി. ആഞ്ഞിലിയില പൊടിയാതെ മാസങ്ങളോളം സൂക്ഷിക്കാനും ഇതിൽ സുഖകരമായി ചിത്രം വരയ്ക്കാനും കഴിയുമെന്ന് സുഭാഷ് പറയുന്നു. നേരിൽ കാണുമ്പോൾ ഇതിനകത്തൊരു ഭംഗി വരുന്നില്ല. പിന്നെ എങ്ങനെ പല രീതിയിൽ ഫോട്ടോ എടുത്തെടുത്ത് പിന്നെ വീട്ടിൻ്റെ അടുത്ത് കായലുകാരായാൽ അവിടെ ചെന്നിരുന്ന് ചെയ്യുമ്പോൾ ഇത് ചുമ്മാ കായലിലോട്ട് വെച്ച് ഫോട്ടോ എടുക്കും. അപ്പോൾ ഈ സൂര്യന് നേരെ പിടിക്കുമ്പോൾ
ഇത് കറക്റ്റ് നല്ല ഭംഗിയുള്ള ചിത്രങ്ങളായിട്ട്. പിന്നെ ഇതിനകത്തെല്ലാം കട്ടിങ് പയ്യെ 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 കട്ട് ചെയ്ത് ഇത് ഇപ്പോൾ ഒരു 2 വർഷത്തോളം അടുപ്പിച്ചാവാറായി ചെയ്തു തുടങ്ങി. ഇലയിൽ ചിത്രങ്ങൾ വരയ്ക്കുന്നതിനാൽ വളരെയധികം ശ്രദ്ധ വേണ്ടിവരും. തുടർന്ന് ചിത്രങ്ങളുടെ രൂപങ്ങൾക്കനുസരിച്ച് അളവുകൾ കൂടിയും കുറയാതെയും ബ്ലേഡ് ഉപയോഗിച്ച് വെട്ടിയെടുക്കും. ഒറ്റനോട്ടത്തിൽ മനസ്സിലാകാത്ത ചിത്രങ്ങൾ പ്രകാശത്തിനെതിരെ പിടിച്ചാൽ പൂർണ്ണമായ ഭംഗിയോടെ ആസ്വദിക്കാം. ആവശ്യക്കാർക്ക് അവരുടെ ചിത്രങ്ങൾ ഇലകളിലായി വരച്ചു നൽകുന്ന വയറിംഗ് തൊഴിലാളിയായ സുഭാഷിന് തന്റെ ചിത്രങ്ങൾ സർക്കാർ പരിപാടികളിൽ പ്രദർശിപ്പിക്കണം എന്ന ആഗ്രഹത്തിലാണ്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കാര്യവട്ടത്തെ ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ഏകദിന മത്സരത്തെ ചൊല്ലി തർക്കം. പരസ്യവരുമാനത്തെ ചൊല്ലിയാണ് കേരള ക്രിക്കറ്റ് അസോസിയേഷനും ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം നടത്തിപ്പുകാരും തമ്മിൽ അഭിപ്രായ ഭിന്നത രൂക്ഷമായിരിക്കുന്നത്. വരുമാനം തങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കാൻ കൊച്ചിയിൽ ചേർന്ന KCA ജനറൽ ബോഡി യോഗം തീരുമാനിച്ചു. നവംബർ 1 കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ മത്സരം നടക്കുക. ഇതുമായി ബന്ധപ്പെട്ട് സ്റ്റേഡിയത്തിന് പുറത്തെ മാർക്കറ്റിംഗ് അവകാശത്തെ ചൊല്ലിയാണ് പ്രധാന തർക്കം. ഇവിടെ നിന്ന് ലഭിക്കുന്ന പരസ്യവരുമാനം തങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്ന് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം നടത്തിപ്പുകാരായ സ്പോർട്സ് ഹബ്ബ് വ്യക്തമാക്കിയിരുന്നു. കൂടാതെ സ്റ്റേഡിയത്തിനകത്തെ കോർപ്പറേറ്റ് ഇരിപ്പിടങ്ങളിൽ മേലും സ്പോർട്സ് ഹബ്ബ് അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി സ്പോർട്സ് ഹബ്ബ് KCAക്ക് കത്തെഴുതി. എന്നാൽ ഇതിൽ വിട്ടുവീഴ്ച ചെയ്യേണ്ടതില്ല എന്നാണ് KCAയുടെ നിലപാട്. മത്സരം ഉപേക്ഷിക്കേണ്ടി വന്നാലും നിലപാട് മയപ്പെടുത്തേണ്ടെന്ന് കൊച്ചിയിൽ ചേർന്ന KCAയുടെ അടിയന്തര ജനറൽ ബോഡി യോഗം തീരുമാനമെടുത്തതായി സെക്രട്ടറി അഡ്വക്കേറ്റ് ശ്രീജിത്ത് പറഞ്ഞു. ജനറൽ ബോഡിയിൽ തീരുമാനമെടുത്തത് തുടർ ചർച്ചകൾ നടത്തുക. അവർ ആ കാര്യങ്ങൾ തന്നെ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ മത്സരം ഇവിടുന്ന് മാറ്റേണ്ട ഒരു സാഹചര്യം അത് ഞങ്ങൾ പ്രസിഡന്റ് സെക്രട്ടറി ഉൾപ്പെടുന്ന ഓഫീസ് ബെയറേഴ്സിനെ അധികാരപ്പെടുത്തിയിട്ടുണ്ട്. പ്രശ്നം കേരളത്തിൽ തന്നെ ചർച്ച ചെയ്ത് പരിഹരിക്കാൻ ശ്രമിക്കുമെന്ന് മാച്ച് കൺവീനർ ജയേഷ് ജോർജ് സൂചിപ്പിച്ചു. മത്സരം നടക്കാതെ പോയാൽ 4.5 കോടിയുടെ നഷ്ടമുണ്ടാകുമെന്നും KCA അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഒരിടവേള. പീപ്പിൾ എക്സ്ക്ലൂസീവ് ഇടപാടുകാരെ വലച്ച് പൊതുമേഖലാ സ്ഥാപനമായ നാഷണൽ ഇൻഷുറൻസ് കമ്പനി ഒരാഴ്ചയിലധികമായി ഇൻഷുറൻസ് പുതുക്കുന്നത് ഉൾപ്പെടെയുള്ള ഇടപാടുകൾ നടക്കുന്നില്ല. ഇൻഷുറൻസ് പുതുക്കാൻ എത്തുന്നവരെ സോഫ്റ്റ്വെയർ തകരാറെന്ന് പറഞ്ഞ് മടക്കി അയക്കുന്നു. ഓഫീസിലെത്തുന്നവരോട് മറ്റ് കമ്പനികളെ ആശ്രയിക്കാൻ നിർദ്ദേശം. ഇടപാടുകൾ നടത്താത്തത് സ്വകാര്യ ഇൻഷുറൻസ് കമ്പനികളെ സഹായിക്കാനെന്ന് സംശയം. ഒരാഴ്ച കൊണ്ട് പൊതുമേഖലാ സ്ഥാപനത്തിന് നഷ്ടപ്പെട്ടത് ആയിരക്കണക്കിന് ഇടപാടുകാരെ. നാഷണൽ ഇൻഷുറൻസിന് ഒരാഴ്ച കൊണ്ട് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം. സ്വകാര്യ ഇൻഷുറൻസ് കമ്പനികൾ നൽകുന്ന മോഹന വാഗ്ദാനങ്ങൾ അവഗണിച്ച് പൊതുമേഖലാ സ്ഥാപനത്തെ തേടിയെത്തുന്നവരാണ് നാഷണൽ ഇൻഷുറൻസ് കമ്പനിയുടെ ഇടപാടുകാർ. എന്നാൽ കഴിഞ്ഞ ഒരാഴ്ചയായി പുതിയ പോളിസികൾ എടുക്കാനും വാഹന ഇൻഷുറൻസ് ഉൾപ്പെടെ പുതുക്കാനും എത്തുന്നവരെ മറ്റ് കമ്പനികളിൽ പോകണം എന്ന് പറഞ്ഞ് തിരിച്ചയക്കുകയാണ് ഉദ്യോഗസ്ഥർ. സോഫ്റ്റ്വെയർ തകരാർ സംഭവിച്ചതിനാൽ ഇടപാടുകൾ നടക്കുന്നില്ല എന്നാണ് വിശദീകരണം. നാഷണൽ ഇൻഷുറൻസിന്റെ കോഴിക്കോട് ഓഫീസിൽ വിളിച്ചപ്പോൾ ഉദ്യോഗസ്ഥന്റെ പ്രതികരണം ഇങ്ങനെ. നമസ്കാരം, നാഷണൽ ഇൻഷുറൻസ് അല്ലേ? സാറേ, ഇൻഷുറൻസ് പുതുക്കുന്നതിൽ എന്തെങ്കിലും വൈകുന്നുണ്ടോ? നിങ്ങൾക്ക് തകരാറുണ്ടോ സോഫ്റ്റ്വെയർ? ഞങ്ങളെ സിസ്റ്റം കംപ്ലൈന്റ് ആണ്. ആണോ? അപ്പൊ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ചെയ്യാൻ പറ്റില്ല? പറ്റാൻ വിഷമാണ്. അപ്പൊ ഈ ഡേറ്റ് ഒക്കെ തീരാനാവുമ്പോ എന്ത് ചെയ്യും സാറേ? കഴിയുമ്പം വേറെ എവിടെയെങ്കിലും പുതുക്കാൻ പറ്റുമെങ്കിൽ പുതുക്കാം. മറ്റു കമ്പനികളിലോ? ആണോ? എത്ര ദിവസം കൊണ്ട് ശരിയാവുന്നൊന്നും അറിയില്ല. ഒന്നും അറിയില്ല, സെർവർ പോയതാ. ഒരാഴ്ചയായി തോന്നുന്നല്ലേ? എക്സോലുള്ള അപ്പൊ നാഷണൽ ഇൻഷുറൻസിന്റെ ഒരു സ്ഥലത്ത് പോലും മാറ്റില്ല? ഒരു സ്ഥലത്തും പറ്റണില്ല. കേരളത്തിൽ ഒരു സ്ഥലത്തും പറ്റില്ല അല്ലേ? കേരളല്ല, ഇന്ത്യ പറ്റണില്ല. മൊത്തത്തിൽ ഇതായിട്ടുള്ളൂ അല്ലേ? അപ്പൊ മറ്റു കമ്പനി പോണല്ലേ സാറേ? ഓക്കെ ഓക്കെ. ബ്രാഞ്ചുകളിൽ എത്തുന്ന ഇടപാടുകാർ ഉദ്യോഗസ്ഥരുടെ നിലപാടിൽ കടുത്ത അമർഷവും രേഖപ്പെടുത്തുന്നു. ഞാൻ 19 ഇവിടെ വന്നത്. അപ്പോൾ അവർ പറഞ്ഞ് സിസ്റ്റം ഡൗൺ ആണ്, 2 ദിവസം കഴിഞ്ഞിട്ട് പോരുന്നതാണ്. 2 ദിവസം കഴിഞ്ഞിട്ട് അത് വരാൻ പറ്റില്ല. പിന്നെ ശനി ഞായർ അവധി, പിന്നെ ഇന്നാണ് വരാൻ പറ്റിയത്. അന്ന് ഞാൻ വളരെ റിക്വസ്റ്റ് ചെയ്ത് പറഞ്ഞ പൈസ ഫുള്ള് ഡോക്യുമെൻ്റ് ഒക്കെ ഇവിടെ വെച്ചോളി, നിങ്ങൾ അടിച്ചിട്ട് എന്നെ കോൾ ചെയ്താൽ മതി. അതൊന്നും പറ്റില്ല, അതൊന്നും ഇതാക്കില്ല. നാഷണൽ ഇൻഷുറൻസിന്റെ രാജ്യത്തെ 2000-ഓളം വരുന്ന എല്ലാ ബ്രാഞ്ചുകളിലും ഇടപാടുകൾ നിലച്ചിരിക്കുകയാണ് എന്നാണ് അന്വേഷണത്തിൽ വ്യക്തമായത്. ഇടപാടുകാർ സ്വകാര്യ ഇൻഷുറൻസ് കമ്പനികളെ തേടിപ്പോകുമ്പോൾ പൊതുമേഖലാ സ്ഥാപനത്തിന് കോടികളുടെ നഷ്ടം. സാങ്കേതിക വിദ്യ ഇത്രയും പുരോഗമിച്ച കാലത്ത് സോഫ്റ്റ്വെയർ തകരാർ ഒരാഴ്ചയോളം നീണ്ടു നിൽക്കുമോ എന്നതാണ് ഉയരുന്ന സംശയം. സ്വകാര്യ കമ്പനികളെ സഹായിക്കാനാണ് ഇതെന്നും ആക്ഷേപമുയരുന്നു. ഇൻഷുറൻസ് രംഗത്ത് സ്വകാര്യ കമ്പനികൾ ശക്തമായ മത്സരം കാഴ്ചവെക്കുമ്പോഴാണ് പൊതുമേഖലാ സ്ഥാപനത്തിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള വീഴ്ചകൾ ഉണ്ടാകുന്നത്. സോഫ്റ്റ്വെയർ തകരാറ് ഈ സമയത്ത് ഒരാഴ്ചയിലധികമായി പരിഹരിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള വാദം വിശ്വാസയോഗ്യമല്ല. കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ ജയൻ കല്യാശ്ശേരിക്കൊപ്പം M. സന്തോഷ്. കത്തോലിക്ക സഭയിൽ പരിവർത്തനം ആവശ്യമെന്ന് മാർപ്പാപ്പ. ഭാവി തലമുറയെ കൂടെ നിർത്തണമെങ്കിൽ നിലപാടുകൾ മാറ്റണമെന്നും
മാർപ്പാപ്പ പരാതികളോട് സുതാര്യമായും സത്യസന്ധമായും പ്രതികരിക്കണമെന്നും മാർപ്പാപ്പ അഭിപ്രായപ്പെട്ടു. ലോകത്താകമാനം സഭയ്ക്കകത്ത് ലൈംഗിക ആരോപണങ്ങൾ ശക്തമാവുന്ന സാഹചര്യത്തിലാണ് സഭ കാലത്തിനനുസരിച്ചുള്ള പരിവർത്തനത്തിന് തയ്യാറാകണമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ ആഹ്വാനം ചെയ്തത്. എസ്റ്റോണിയയിൽ വിശ്വാസി സമൂഹത്തെ അഭിസംബോധന ചെയ്യുമ്പോഴാണ് പരിവർത്തനം അനിവാര്യമാണെന്ന് മാർപ്പാപ്പ ആഹ്വാനം ചെയ്തത്. ലൈംഗിക സാമ്പത്തിക ആരോപണങ്ങൾ സഭയെ ജനങ്ങളിൽ നിന്ന് അകറ്റുന്നു. ഇത് സഭയുടെ അടിത്തറ തകർക്കുമെന്നും അതിനാൽ സഭയുടെ മുന്നോട്ടുപോക്കിന് യുവതലമുറയെ കൂടെ നിർത്തണമെന്നും മാർപ്പാപ്പ പറഞ്ഞു. US, ജർമ്മനി എന്നിവിടങ്ങളിൽ നിന്നടക്കം സഭാധ്യക്ഷന്മാർക്കെതിരെ ഉയർന്നുവരുന്ന ലൈംഗിക ആരോപണങ്ങളുടെ കൂടെ പശ്ചാത്തലത്തിലാണ് മാർപ്പാപ്പയുടെ പ്രസംഗം. സഭയ്ക്കെതിരെ ഉയർന്നുവരുന്ന ആരോപണങ്ങളിൽ പലപ്പോഴും ആരോപണ വിധേയർക്കൊപ്പം നിൽക്കുന്ന നിലപാടാണ് സഭയിൽ നിന്നും ഉണ്ടാകുന്നത്. അതിനു പകരം ആരോപണങ്ങളിൽ സത്യസന്ധവും സുതാര്യവുമായി പ്രതികരിക്കാൻ സഭ തയ്യാറാകണമെന്നും മാർപ്പാപ്പ കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്. ആധാർ കേസിൽ സുപ്രീം കോടതി വിധി നാളെ. ആധാറിന്റെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്തുള്ള ഹർജിയിലാണ് നാളെ ഭരണഘടനാ ബെഞ്ച് വിധി പറയുക. കോടതി നടപടികൾ തത്സമയം സംരക്ഷണം ചെയ്യണമോ എന്ന കാര്യത്തിലും നാളെ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് വിധി പറയും. ക്രിമിനൽ കേസുകളിൽ കുറ്റം ചുമത്തപ്പെട്ടവരെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് അയോഗ്യരാക്കാനാകില്ലെന്ന് സുപ്രീം കോടതി. രാഷ്ട്രീയത്തിലെ ക്രിമിനൽ വൽക്കരണം സംബന്ധിച്ച് നിയമം കൊണ്ടുവരേണ്ടത് പാർലമെന്റാണെന്നും സുപ്രീം കോടതി. രാഷ്ട്രീയത്തിലെ ക്രിമിനൽ വൽക്കരണത്തിനെക്കുറിച്ച് വിവിധ മാർഗനിർദ്ദേശങ്ങളും കോടതി പുറപ്പെടുവിച്ചു. അതേസമയം ജനപ്രതിനിധികൾക്ക് അഭിഭാഷകരായി പ്രാക്ടീസ് ചെയ്യാമെന്ന് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ 3-അംഗ ബെഞ്ച് വിധിച്ചു. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ക്രിമിനൽ വൽക്കരണം വർദ്ധിക്കുന്നതായി നിരീക്ഷിച്ച സുപ്രീം കോടതി എന്നാൽ ക്രിമിനൽ കേസുകളിൽ കുറ്റം ചുമത്തപ്പെട്ടവരെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് അയോഗ്യരാക്കാനാകില്ലെന്ന് വ്യക്തമാക്കി. ഇതു സംബന്ധിച്ച് നിയമനിർമ്മാണം കൊണ്ടുവരേണ്ടത് പാർലമെന്റാണെന്ന് പറഞ്ഞ കോടതി അതേസമയം രാഷ്ട്രീയത്തിലെ ക്രിമിനൽ വൽക്കരണം തടയാൻ മാർഗനിർദ്ദേശങ്ങളും പുറപ്പെടുവിച്ചു. സ്ഥാനാർത്ഥികൾ പൂരിപ്പിക്കേണ്ട ഫോമിൽ കേസുകളെക്കുറിച്ച് വിശദീകരിക്കാൻ പ്രത്യേക കോളം വേണം. നാമനിർദ്ദേശ പത്രിക നൽകിയ ശേഷം 3 തവണയെങ്കിലും ഇത് സംബന്ധിച്ച് മാധ്യമങ്ങളിൽ പരസ്യം നൽകണം. ക്രിമിനൽ കേസുകൾ സംബന്ധിച്ച വിവരങ്ങൾ സ്ഥാനാർത്ഥികൾ പാർട്ടികൾക്ക് കൈമാറണം. ഇത് പാർട്ടികൾ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണമെന്നുമാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. അതേസമയം ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ മറ്റൊരു ബെഞ്ച് ജനപ്രതിനിധികൾക്ക് അഭിഭാഷകരായി പ്രാക്ടീസ് ചെയ്യാമെന്നും വ്യക്തമാക്കി. മുഴുവൻ സമയ വേതനം വാങ്ങുന്നവരല്ല ജനപ്രതിനിധികൾ എന്നതിനാൽ പ്രാക്ടീസ് ചെയ്യുന്നത് വിലക്കാനാകില്ലെന്ന് കോടതി വ്യക്തമാക്കി. ജനപ്രതിനിധികൾ പ്രാക്ടീസ് ചെയ്യുന്നത് വിലക്കണമെന്നാവശ്യപ്പെട്ട് സമർപ്പിക്കപ്പെട്ട ഹർജികൾ മുഴുവൻ കോടതി തള്ളി. രാഷ്ട്രീയ പാർട്ടി നേതാക്കൾക്ക് ആശ്വസിക്കാം. കേസിൽ പ്രതിയായാലും കേസുകളിൽ പ്രതികൾക്ക് വേണ്ടി ഹാജരായാലും നിയമത്തിന്റെ വിലക്കുകൾ ഭയപ്പെടേണ്ടതില്ല. വിശാലമായ അർത്ഥത്തിൽ സുപ്രീം കോടതി വിധി പറഞ്ഞുവെക്കുന്നത് ഇതാണ്. ശരത് കെ ശശി, ന്യൂസ് ബ്യൂറോ, ദില്ലി.